സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അഭിനയത്തോടൊപ്പം സ്വന്തമായി ബിസിനസ്സുകൾ ചെയ്യുന്ന മലയാള സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്നാണ്. ഇവിടെ മാത്രമല്ല, അങ്ങ് ബോളിവുഡിലും കോളിവുഡിലുമൊക്കെ പല സെലിബ്രിറ്റികളും സ്വന്തമായി ബിസിനസ്സുകൾ സക്സസ്ഫുള്ളായി നടത്തുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ച എന്നോണം ഇത്തവണത്തെ സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്സിലൂടെ നമുക്ക് സുപരിചിതരായ ബോളിവുഡ് ആക്ടേഴ്സ് സ്വന്തമായി ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സിനിമാ താരം ഷാരൂഖ് ഖാന് ബിസിനസ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ചേർന്ന് ഒന്നിലേറെ ബിസിനസ്സുകളിൽ പങ്കാളിയാണ് കിങ് ഖാൻ. അതിലൊന്ന് ഭാര്യ ഗൗരി ഖാനുമായി ചേർന്ന് നടത്തുന്ന റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. 2002 തുടങ്ങിയ ഈ കമ്പനി സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, വെബ് സീരീസുകൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട്. ഓം ശാന്തി ഓം, മൈ നെയിം ഈസ് ഖാൻ, ചെന്നൈ എക്സ്പ്രസ്, ഹാപ്പി ന്യൂ ഇയർ എന്നിവ ഇവരുടെ ശ്രദ്ധേയമായ നിർമ്മാണങ്ങളിൽ ചിലതാണ്. ഷാരൂഖ് ഖാനും ഗൗരി ഖാനും തുല്യമായി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിന് നിലവിൽ 300 കോടി രൂപയിലേറെ ടേൺ ഓവർ ഉണ്ട്. ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL മാച്ചുകൾ നടക്കുന്ന ഗ്രൗണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മാച്ച് നടക്കുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഗാലറിയിലെ VIP ബോക്സിൽ ഷാരൂഖിനെ കാണാം. കാരണം ആ ടീമിന്റെ ഉടമകളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. തന്റെ സുഹൃത്തായ ജൂഹി ചൗള, അവരുടെ ഭർത്താവും ബിസിനസ്മാനുമായ ജയ് മേത്ത എന്നിവരുമായി ചേർന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും സ്വന്തമാക്കിയിരിക്കുന്നു ഷാരൂഖ് ഖാൻ. ഇനി ഷാരൂഖ് ഖാൻ ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സിൽ പാർട്ണറായിട്ടുള്ളത് സ്വന്തം മകൻ തന്നെയാണ്. ആര്യൻ ഖാനൊപ്പം 2023 ഇദ്ദേഹം തുടങ്ങിയ ഡിയോവോൾസ് എന്ന ലക്ഷറി ബ്രാൻഡിന്റെ കീഴിൽ പ്രീമിയം പ്രോഡക്റ്റുകളാണുള്ളത്. ഡിയോവോൾ എക്സ് എന്ന പേരിൽ യൂത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ലക്ഷറി സ്ട്രീറ്റ് വെയർ ഫാഷൻ ക്ലോത്തിൽ ഒരു സിംഗിൾ പീസ് ക്ലോത്തിന് 41,000 രൂപ മുതൽ 1.25 ലക്ഷം വരെ വിലയുണ്ട്. മാത്രമല്ല, ഷാരൂഖ് ഖാന്റെ സൈനോട് കൂടിയ ഹുഡീസ് 2 ലക്ഷം രൂപയ്ക്ക് ഇവിടെ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ഇനി ഡിയോവൾ സ്പിരിറ്റ്സ് എന്ന പേരിൽ സിംഗിൾ എസ്റ്റേറ്റ് വോഡ്ക, ബ്ലെൻഡഡ് വോർട്ടെക്സ് സ്കോച്ച് വിസ്കി, ബ്ലെൻഡഡ് മാൾട്ട് സ്കോച്ച് വിസ്കി എന്നീ മുന്തിയ ഇനം മദ്യമാണ് അണിനിരത്തിയിരിക്കുന്നത്. ഇതിന് ഓരോന്നിനും 750 മില്ലിയുടെ ബോട്ടിലിന് യഥാക്രമം 3,900, 4,200, 9,800 എന്നിങ്ങനെയാണ് വില. നിലവിൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സ്റ്റേറ്റുകളിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ഫ്യൂച്ചറിലും വേഗം ഗ്രോത്ത് നേടാവുന്ന ബിസിനസ്സുകൾ തന്നെയാണ് നമ്മുടെ കിങ് ഖാൻ നിലവിലുള്ളത്. ഇന്റർനെറ്റ് ഡാറ്റ പ്രകാരം വർഷം തോറും 500 കോടി രൂപ ഷാരൂഖ് ഈ ബിസിനസ്സുകളിലൂടെ സമ്പാദിക്കുന്നു. ഇനി ബോളിവുഡിൽ ബിസിനസ് രംഗത്തും സജീവമായിട്ടുള്ള മറ്റൊരു നടൻ സുനിൽ ഷെട്ടിയാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നതും ബിസിനസ്സുകാരിയായ മനാ ഷെട്ടിയെയാണ്. സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ആക്ടേഴ്സിനും ഉള്ളതുപോലെ സുനിൽ ഷെട്ടിക്കും ഒരു സിനിമാ നിർമ്മാണ കമ്പനിയുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ 5 വർഷങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പ്രൊഡക്ഷനും ആരംഭിച്ചു. 1997 ലോഞ്ച് ചെയ്ത ഈ കമ്പനിയുടെ പേര് പോപ്കോൺ എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇതുകൂടാതെ സുനിൽ ഷെട്ടി സ്വന്തമായി റെസ്റ്റോറൻറ്റുകളും ക്ലബ്ബുകളും നടത്തുന്നുണ്ട്. മുംബൈയിലെ മിസ്റ്റീഫ് ഡൈനിങ് ബാർ, ക്ലബ് H2O എന്നിവ ഇദ്ദേഹത്തിൻ്റെതാണ്. മാത്രമല്ല, ഈ H2O കഫയോട് ചേർന്ന് പാർട്ണർഷിപ്പിൽ ഇദ്ദേഹത്തിന് ഒരു വാട്ടർ അഡ്വഞ്ചർ പാർക്കുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 500 കോടി രൂപയിലേറെ വർഷം തോറും ബിസിനസ്സിൽ നിന്ന് മാത്രം സുനിൽ ഷെട്ടി വരുമാനം നേടുന്നുണ്ട്. തൻ്റെ ആദ്യ നായക വേഷത്തിലൂടെ ഇന്ത്യ ഒട്ടാകെ പോപ്പുലറായ നടൻ ഋതിക് റോഷനും ബിസിനസ് രംഗത്ത് സജീവമാണ്. ഒരുപക്ഷെ ഒരൊറ്റ ബ്രാൻഡിലൂടെ ബിസിനസ്സിൽ ഇത്രയധികം സക്സസ് ആയ ഒരു ഇന്ത്യൻ നടൻ വേറെ ഉണ്ടാകില്ല. HRX എന്ന ബ്രാൻഡ് നെയിം ഇതിനകം ഇന്ത്യ ഒട്ടാകെ ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ്, സ്പോർട്സ് വെയേഴ്സ്, സ്പോർട്സ് ആക്സസറീസ്, സൺഗ്ലാസസ്,
ഫുട്വെയേഴ്സ്, ബൈസൈക്കിൾസ് തുടങ്ങിയ പ്രോഡക്ട്സ് HRX വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. സെലിബ്രിറ്റി മാനേജ്മെന്റ് കമ്പനിയായ എക്സീഡ് എന്റർടൈൻമെന്റിന്റെ സഹസ്ഥാപകനും തന്റെ സുഹൃത്തും കൂടിയായ അഫ്സൽ സെയ്ദിക്കൊപ്പം പാർട്ണർഷിപ്പിലാണ് ഹൃതിക് റോഷൻ HRX കമ്പനി നടത്തുന്നത്. ലോകോത്തര ബ്രാൻഡുകളായ നൈക്കി, പ്യൂമ എന്നിവയോട് കിടപിടിക്കുന്ന HRX കമ്പനി 1000 കോടി രൂപയിലേറെ ടേൺ ഓവർ നേടുന്നു. ഇനി ഒട്ടുമിക്ക നടന്മാരെയും പോലെ ഹൃതിക് റോഷനും സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട്. അച്ഛൻ രാകേഷ് റോഷനൊപ്പം പാർട്ണർഷിപ്പിൽ നടത്തുന്ന കമ്പനിയുടെ പേര് ഫിലിം ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ് എന്നാണ്. ഇനി ഇവിടെയും നിറയെ ഫാൻസുള്ള മറ്റൊരു ബോളിവുഡ് നടനാണ് ആമിർ ഖാൻ. 1999 ലഗാൻ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സ്വന്തമായി സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയ ഇദ്ദേഹം മറ്റൊരു വ്യത്യസ്തമായ സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഇവന്റ്സിനും മറ്റും ഫർണിച്ചറുകൾ റെന്റിന് നൽകുന്ന സ്റ്റാർട്ടപ്പാണ് ആമിർ ഖാൻ ആരംഭിച്ചത്. 2017 തുടങ്ങിയ ഈ കമ്പനിയുടെ പേര് ഫർലാംഗോ എന്നാണ്. റെന്റിന് നൽകാൻ ഇവിടെ 2000-ലധികം ഫർണിച്ചറുകൾ സജ്ജമാണ്. 1 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ ആർക്കും ഫർണിച്ചറുകൾ റെന്റിനെടുക്കാം. മാത്രമല്ല സ്വന്തമായി വാങ്ങാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി ഹിന്ദിയിലെ പ്രശസ്തനായ നടൻ രാജീവ് ഹരിയോം ഭാട്ടിയയുടെ ബിസിനസ്സുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അങ്ങനെ ഒരു നടനെ അറിയില്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ നടൻ്റെ സ്ക്രീൻ നെയിം പറഞ്ഞാൽ നിങ്ങൾ അറിയും. അക്ഷയ് കുമാർ. യെസ്, അക്ഷയ് കുമാറിൻ്റെ യഥാർത്ഥ പേര് രാജീവ് ഹരിയോം ഭാട്ടിയ എന്നാണ്. എല്ലാ നടന്മാരെയും പോലെ അക്ഷയ് കുമാറും സിനിമാ നിർമ്മാണ രംഗത്ത് സജീവമാണ്. കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് എന്നാണ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. ഇത് കൂടാതെ 2 ബിസിനസ്സുകളിൽ കൂടി അക്ഷയ് കുമാറിന് നേരിട്ട് പങ്കാളിത്തവുമുണ്ട്. അതിലൊന്ന് 2023 മിന്ത്രയുമായി ചേർന്നുകൊണ്ട് തുടങ്ങിയ ഫോഴ്സ് 9 എന്ന ക്ലോത്തിംഗ് കമ്പനിയാണ്. സ്റ്റൈലിഷ് അപ്പാരൽസ് ആണ് കമ്പനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുന്നത്. ഇനി മറ്റൊന്ന് കബഡി ടീമിന്റെ ഓണർഷിപ്പാണ്. വേൾഡ് കബഡി ലീഗിൽ കളിക്കുന്ന ഖൽസ വാരിയേഴ്സ് എന്ന ടീമിന്റെ ഓണർഷിപ്പിൽ അക്ഷയ് കുമാറും പാർട്ണറാണ്. ഇതിനൊക്കെ പുറമെ അക്ഷയ് കുമാർ 2 സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യൻ ഫിറ്റ്നസ് ടെക്നോളജി കമ്പനിയായ ഗോകിയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. വെയറബിൾ ഫിറ്റ്നസ് ബാൻഡുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, റിമോട്ട് ഹെൽത്ത് കോച്ചിങ് എന്നിവയാണ് ഗോകിയുടെ സേവനങ്ങൾ. ഇനി മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് അഗ്രിടെക് സ്റ്റാർട്ടപ്പായ 2 ബ്രദേഴ്സ് ഓർഗാനിക് ഫാംസ് എന്ന കമ്പനിയിലാണ്. പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഫാമിൽ നിന്നും നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന സംരംഭമാണിത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 40 കോടിയിലേറെ രൂപയാണ് കമ്പനി പ്രോഫിറ്റായി നേടിയത്. ഇനി ബോളിവുഡിൽ സ്വന്തമായി ബിസിനസ്സുള്ള ചില നടിമാരെ നമുക്ക് പരിചയപ്പെടാം. അഭിനയത്തിനൊപ്പം വ്യത്യസ്തമായ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നടിയാണ് ദീപിക പദുക്കോൺ. ഒരുപക്ഷെ ഇന്ത്യൻ നടിമാരിൽ ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ നടി തന്നെയായിരിക്കും. സൂപ്പർ ടൈൽസ് എന്ന പേരിൽ ഒരു പെറ്റ് കെയർ പ്ലാറ്റ്ഫോം ഇവർ റൺ ചെയ്യുന്നുണ്ട്. പെറ്റ്സിന് ആവശ്യമായ ഫുഡ് ഉൽപ്പന്നങ്ങൾ, വെറ്റിനറി സേവനങ്ങൾ, പെറ്റ്സിനായുള്ള ഓൺലൈൻ പരിശീലനം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു 1 സ്റ്റോപ്പ് പ്ലാറ്റ്ഫോമാണിത്. വർഷം തോറും 100 കോടിയോളം രൂപ ടേൺ ഓവർ നേടുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി. ഇനി ദീപിക പദുക്കോണിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ഡ്രംസ് ഫുഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലാണ്. നിരവധി ഫുഡ് പ്രോഡക്ട്സുകൾ സപ്ലൈ ചെയ്യുന്ന ഈ കമ്പനിയുടെ ഓൾ നാച്ചുറൽ ഗ്രീക്ക് തൈര് ബ്രാൻഡായ എപ്പിഗാമിയയിലാണ് ദീപിക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡൽഹിയിലെ ഗുരുഗ്രാമിൽ സജീവമായിട്ടുള്ള ഓൺലൈൻ ഇലക്ട്രിക് ടാക്സി ഗ്രൂപ്പായ ബ്ലൂ സ്റ്റാർട്ടിലും ദീപികയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 200 കോടി രൂപയായിരുന്നു ബ്ലൂ സ്റ്റാർട്ടിന്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ. ഇതൊക്കെ കൂടാതെ സ്പെഷ്യാലിറ്റി കോഫി ബ്രാൻഡായ ബ്ലൂ ടോക്കൈ, ഫർണിച്ചർ റെന്റൽ സർവീസായ ഫർലാംഗോ, സ്പേസ് ടെക്നോളജി കമ്പനിയായ ബെല്ലാട്രിക്സ് എയറോസ്പേസ്, ഹോം അപ്ലയൻസസ് മാനുഫാക്ചർ കമ്പനിയായ ആറ്റംബെർഗ് ടെക്നോളജീസ്, വുമൻസ് വെൽനസ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നുവ എന്ന കമ്പനിയിലും, ലഗേജ് ബ്രാൻഡായ മോക്കോബാറയിലും, AR ബേസ്ഡ് സ്റ്റെം എഡ്യൂക്കേഷണൽ ടോയ് മാനുഫാക്ചർ കമ്പനിയായ പ്ലേ ഷിഫുവിലും ദീപിക പദുക്കോണിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്.
ഇനി ഇതുപോലെ നിരവധി ബിസിനസ്സുകളിൽ പങ്കാളിത്തമുള്ള മറ്റൊരു നടിയാണ് പ്രിയങ്ക ചോപ്ര. എല്ലാവരെയും പോലെ സ്വന്തമായി നിർമ്മാണ കമ്പനിയുണ്ട്. പർപ്പിൾ പെബിൾ പിക്ചേഴ്സ് എന്നാണ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അതിനു പുറമെ നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ഹെയർ കെയർ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു ബ്യൂട്ടി ബ്രാൻഡും പ്രിയങ്കയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അനോമലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനിയെയാണ് 2023 ഏറ്റവും മികച്ച സെലിബ്രിറ്റി ബ്യൂട്ടി ബ്രാൻഡായി കോസ്മെറ്റിഫൈ തിരഞ്ഞെടുത്തത്. വർഷത്തിൽ 4000 കോടിയോളം രൂപയാണ് അനോമലിയുടെ റവന്യൂ. ഇനി ന്യൂയോർക്കിലെ സോന എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും പ്രിയങ്ക ചോപ്രയ്ക്ക് പാർട്ട്ണർഷിപ്പുണ്ട്. ഇതേ പേരിൽ തന്നെ 2022 ഒരു ഹോംവെയർ ബ്രാൻഡും പ്രിയങ്ക ലോഞ്ച് ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെ ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പിലും ഹോൾബർട്ടൺ എന്ന കോഡിംഗ് സ്കൂളിലും ലക്ഷറി സ്കീ വെയർ ബ്രാൻഡായ പെർഫെക്റ്റ് മൊമെന്റിലും പ്രിയങ്ക ചോപ്രയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് പ്രശസ്തയായ ഒരു ബോളിവുഡ് നടിയുടെ ബിസിനസിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ്ട് 500ഓളം പെൺകുട്ടികളെ ഓഡിഷൻ ചെയ്തതിൽ നിന്നും സംവിധായകൻ കരൺ ജോഹർ കണ്ടെത്തിയ പ്രതിഭ ആലിയ ഭട്ട്. ആലിയ ഭട്ടിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എറ്റേണൽ സൺഷൈൻ പ്രൊഡക്ഷൻസ് എന്നാണ്. സിനിമയ്ക്ക് പുറമെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ വെബ് സീരീസുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഗർഭിണികൾക്കും കുട്ടികൾക്കുമായി സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ നൽകുന്ന ഈദ് എ മമ എന്ന ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് ആലിയ ഭട്ടിന് സ്വന്തമായിട്ടുണ്ട്. ഏകദേശം 1000 കോടിയോളം വാർഷിക വരുമാനം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതൊക്കെ കൂടാതെ മറ്റ് 4-5ഓളം കമ്പനികളിൽ ആലിയയ്ക്ക് ഇൻവെസ്റ്റ്മെന്റുമുണ്ട്. ഇന്ത്യയിലെ ഫേമസ് ഓൺലൈൻ ബ്യൂട്ടി പ്ലാറ്റ്ഫോമായ നൈക്കയിലും ക്ഷേത്രങ്ങളിലെ പൂക്കളുടെ അവശിഷ്ടങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഫ്ലോറഫോം നിർമ്മിക്കുന്ന ഭൂൽ എന്ന കമ്പനിയിലും ആലിയ ഭട്ടിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ തെർമോക്കോളിനും സ്പോഞ്ചിനും ഒക്കെ പകരം ഉപയോഗിക്കാവുന്ന എന്നാൽ പൂർണ്ണമായും മണ്ണിനോട് ലയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫ്ലോറഫോം. ഇനി നമ്മളെ സ്റ്റൈലിഷ് ആക്കാനുള്ള നിർദ്ദേശങ്ങളും പ്രൊഡക്റ്റുകളും ഓൺലൈനായി നൽകുന്ന സ്റ്റൈൽ ക്രാക്കർ എന്ന കമ്പനിയിലും ബേബി ആൻഡ് മെറ്റേണൽ കെയർ പ്രൊഡക്ട്സ് വിൽക്കുന്ന സൂപ്പർ ബോട്ടംസ് എന്ന കമ്പനിയിലും ആലിയ ഭട്ടിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ഒരു കൈ നോക്കുന്ന ധാരാളം ആക്ടേഴ്സ് ഇനിയും ബോളിവുഡിലുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്നവരെ മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അതിനുള്ള സമയം മാത്രമേ നമുക്കിന്ന് അനുവദിക്കുന്നുള്ളൂ. ഏതായാലും സിനിമാ ലോകത്തെ ബിസിനസ് കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണും മറ്റൊരു എപ്പിസോഡിൽ.